ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് പബ്ജി ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്താണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഫുൾ മാപ്പ് കളിയാണ്. അപ്പോൾ റാങ്ക്ഡാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല പുതിയ ഇവൻറ്റ്. കുറേയൊക്കെ യൂട്യൂബിലത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഓരോരുത്തർ കളിക്കുന്നത്. എന്നാലും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കയറി നോക്കണമല്ലോ. അപ്പോൾ ഇതിൻ്റെ മാപ്പിൽ കൊടുക്കുന്ന കണ്ടത് എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത്. ഇവൻ്റെ ആ സ്പിയർ ഉണ്ട്, നമ്മളെ അക്വാമാനൊക്കെ ഉള്ള സ്പിയർ പോലത്തെ 3 ഇതുള്ള സ്പിയറാണ്. അപ്പോൾ അതെടുത്തിട്ട് എന്തിനോ കൊല്ലണം എന്നൊക്കെയാണ് ഞാൻ അതിൽ കണ്ടത്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അതെടുക്കാൻ പോകുമ്പോൾ അവിടുന്ന് ആരെങ്കിലും അടി കൊണ്ട് ചാവുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഞാനങ്ങനെ റാങ്ക്ഡ് റെഡി കൊടുത്തത്. കാരണം ഞാൻ കുറേ കാലമായി കളിച്ചിട്ട്, പുതിയ ഫോൺ കിട്ടിയതിന് ശേഷം അതിൽ ഫസ്റ്റ് മാച്ചാണിത്. അപ്പോൾ കളി തുടങ്ങുമ്പോഴുള്ള ആനിമേഷനൊക്കെ അടിപൊളിയാണ്. അപ്പം ഞാൻ ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്ത് പോവാമെന്ന് വിചാരിക്കുന്നത്. മാപ്പിൽ കാണിക്കും നമുക്ക് എങ്ങനെ എവിടെ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഇവൻറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നീല കളറിലുള്ള സ്ഥലം കണ്ടില്ലേ, അക്വാ ഓഷ്യൻ, അക്വാ പ്ലേസ്. യെസ്, അപ്പോൾ അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. മാപ്പിൽ മാർക്കൊക്കെ ചെയ്തിക്കണ്. നമ്മളങ്ങോട്ട് പോവാണ്. പക്ഷേ അവിടെ ചാടിയാൽ എത്തുമെന്നറിയില്ല. അത് കുറച്ച് ലോങ് ആണ്. നോക്കാം, ചാടി നോക്കാം. പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ചാടി നോക്കാം. വെള്ളത്തിലെത്തിയാലും മതിയായിരുന്നു, നീന്തി കയറാം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ അവിടെ എത്തിക്കുന്ന, കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്, ഈ റിങ്ങിൻ്റെ കിണറിൻ്റെ. അപ്പോൾ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു സ്ഥലമായിരിക്കും ഉണ്ടാവുക, വേറൊക്കെ ഉണ്ടാവുക അവിടെ. നമ്മളാണ് ഇവിടെ ഫസ്റ്റ് എത്തിയതെന്നാണ് തോന്നുന്നത്. ആരെയും കാണുന്നില്ല അവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറെ മാപ്പാണ് കാണിക്കുക. അപ്പോൾ ഗണ്ണൊന്നും കിട്ടിയില്ല കൈമേൽ. ഞാൻ ഗണ്ണ് നോക്കി നടക്കായിരുന്നു. അപ്പോൾ ഈ പെട്ടിയിൽ നിന്ന് എനിക്ക് ഗണ്ണ് കിട്ടി. അപ്പം നമ്മളിത് ആദ്യമായിട്ട് ഫസ്റ്റ് ഇതാണ് കളിക്കുന്നത് ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം. അപ്പോൾ കറക്റ്റ് എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടി. കാരണം ഫസ്റ്റ് മാച്ചാണല്ലോ ഞാൻ ഈ ഇതിൽ കളിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്കറിയാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കമൻറ്റിൽ രേഖപ്പെടുത്തുന്നു. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവിടെ ഒരുത്തന് നടന്ന് കളിക്കുന്നത്, ലൂട്ട് എടുത്തിട്ട്. നമ്മളെ കണ്ടപ്പോൾ നമ്മൾ അടിക്കാൻ നോക്കി, അവൻ അടി കൊണ്ടില്ല. നമ്മളടിച്ചത് അവന് കൊണ്ടില്ല. എന്നാൽ പിന്നെ അടിച്ചടിച്ച് കളിക്കേണ്ട, ഒരു ഗ്രനേഡ് എറിഞ്ഞേക്കാ വിചാരിച്ച്. ഗ്രനേഡിനെക്കാട്ടി നല്ലത് മറ്റേ ഫയർ, തീ കത്തണ മറ്റേ കുപ്പി ഉണ്ടല്ലോ ബോട്ടിൽ, അതറിയാച്ചു. ബോട്ടിൽ അപ്പോൾ എടുത്ത് എറിഞ്ഞ് അപ്പോൾ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിക്കാണ് നമ്മുടെ അടിയിലേക്ക്. എൻ്റെ കയ്യിൽ പിന്നെ 2 ആണല്ലോ. അപ്പോൾ ഞാൻ അടിച്ചിട്ട് അവന് കുറേ നേരമായി തോന്നണു ലൂട്ടിയിട്ട്. അവൻ്റെ ഒരു വെസ്റ്റും ഹെൽമെറ്റൊക്കെ ഉണ്ട് കയ്യിൽ. നല്ല ഗണ്ണൊന്നും ഇല്ല അവിടെ, വെസ്റ്റ് ഹെൽമെറ്റും തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നേരത്തെ ഒരു വണ്ടി കണ്ടിരുന്നു. അതാണ് വണ്ടി, നീല കളറുള്ളത്. അത് ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ വന്നതാണ്. അതൊരു ഫിഷാണ്. മലയാളത്തിലിപ്പോൾ തിരണ്ടി എന്നൊക്കെ പറയും. തിരണ്ടി നമ്മൾ കറിയൊക്കെ വെക്കുമല്ലോ. അപ്പോൾ
അങ്ങനത്തെ ഒരു സാധനമാണ്. അതിന് നമ്മൾ യൂസ് ചെയ്തതിന് നമ്മളെ ബാഗിൽ നമുക്ക് ഒരു ബോളായിട്ട് ഇട്ട് വെക്കുക. അപ്പോൾ ഞാനങ്ങനെ എടുത്ത് വെച്ചിരിക്കണം. കാരണം ഇവിടെ ഇപ്പോൾ ലൂട്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ സോണൊക്കെ വന്നിരിക്കും, സോണ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അത് വേണം, വണ്ടി വേണം. അപ്പോൾ നമ്മളവിടെ സ്ഫിയർ ഉണ്ട്, സ്ഫിയർ ഇതാണ് ആ സ്ഫിയർ. ഞാനത് എടുക്കാനാണ്. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇതിനെക്കൊണ്ട് എന്തിനാ കൊല്ലണം എന്നൊക്കെയാണ് കേട്ടിനത്. ലൂട്ടൊക്കെ കിട്ടും അത് എടുത്തു കഴിഞ്ഞാൽ. ലെവൽ 4 വെസ്റ്റ് ഉണ്ട്, ലെവൽ 3 ഹെൽമെറ്റ് ഉണ്ട്. കൊള്ളാം. അപ്പോൾ അതൊന്നും എനിക്ക് P90യും ഗ്രോസോയും കിട്ടി. വേറെ ഗണ്ണ് നല്ലത് ഇവിടുന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിന്നാണ് നല്ല ഗണ്ണ് കിട്ടിയിട്ടുള്ളത്. ഗ്രോസോ ശരിയാവത്തില്ല, എന്നാലും ലോങ്ങിൽ നോക്കാം. കാരണം ഞാൻ ഗ്രോസോ വെച്ച് അടിക്കുമ്പോൾ എനിക്ക് ജെർക്കിങ് ഉണ്ടാവലുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് റെഡി ആക്കണം. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് മാച്ചാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഫസ്റ്റ് മാച്ചാണ്. അപ്പോൾ പുതിയ ഫോൺ അതിനുകൊണ്ടേ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് സെറ്റിങ്സ് കൺട്രോളൊക്കെ കുറച്ച് റെഡി ആക്കാണ്ട്. അപ്പോൾ ഞാൻ ഗ്രോസോ യൂസ് ചെയ്യുകയാണെങ്കിൽ ജെർക്കിങ് ഉണ്ടാവും, എന്നാലും യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ സോണാണ്, സോണിൽ അറിയാം ഫ്രീ ഫയർ പോലെ അല്ല പബ്ജി, ഓടിയാൽ എത്തത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോർട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ സോണിൽ നമുക്ക് പോയി ഇറങ്ങാൻ പറ്റും പാരച്യൂട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ് ഈ പോർട്ടൽ വെക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഡ്രോപ്പ് എടുക്കണം, ഡ്രോപ്പ് എടുത്താൽ ഗില്ലി സൂട്ടൊക്കെ കിട്ടും. അപ്പോൾ ഗില്ലി സൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഇതിൻ്റെ മണ്ടയിൽ വീട്ടിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് സ്കോപ്പ് ചെയ്ത് അടിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ആ വണ്ടി ഉണ്ടല്ലോ, ആ ഫിഷിൻ്റെ മോഡൽ വണ്ടി. അപ്പോൾ അത് ഹെയറിലൊക്കെ പോവുക, നിലത്തല്ല. അപ്പോൾ അത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവിടെ ഒരുത്തനുണ്ട്, ഒരുത്തനല്ല 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ മുകളിൽ കയറി നിന്ന് അടിക്കാൻ നോക്കി. അപ്പോൾ അവൻ എന്നെ കണ്ട് എന്നെ അടിക്കാൻ നോക്കി. പക്ഷെ ഞാൻ വലിഞ്ഞ് കളിച്ച്. കാരണം അവരടിക്കുകയാണെങ്കിൽ അടിച്ചോട്ടെ, ബാക്കിയുള്ളവനെ ഞാൻ അടിച്ചാൽ പോലെ. വെറുതെ നടുവ് കിടന്ന് കളിച്ചിട്ട് 2 ആളെ നിന്ന് അടി കിട്ടണം. അപ്പോൾ അപ്പുറത്തുള്ളവനെ ഇവിടെ ഉള്ളവനെ അടിച്ചുറക്കിക്കണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എനിമി ലൂട്ടാൻ വന്നിട്ടുണ്ടാവും വെച്ച് ഞാൻ ഗ്രനേഡ് വേസ്റ്റാക്കി. പിന്നീടാണ് അപ്പുറത്ത് പോകാൻ കണ്ടത്. ഞാൻ കുറച്ച് അടിച്ച് ഡാമേജ് കൊടുത്തപ്പോൾ അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഗ്രോസോ വെച്ച് അങ്ങോട്ട് കുത്തിപ്പിടിച്ച് അവനങ്ങോട്ട് തീർത്ത്. പിന്നെ ഇപ്പോൾ എന്തായാലും 2 കില്ല് ഇവിടെ മുന്നിൽ കഴിഞ്ഞല്ലേ. ഒരുത്തൻ്റെ പെട്ടി ലൂട്ടി. അങ്ങനെ പെട്ടി ലൂട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത സോണ് വരുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പോലെ ഇത് വേറൊരു സ്ഥലമാണ് ഈ ഇവൻറ്റിലുള്ളത്. അത് നെക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടണലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. അപ്പോൾ അവിടെ ലൂട്ട് ഉണ്ടാവും എന്നാണ് കേട്ടത്, മാപ്പിലും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ടണൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴത്തോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ പോയി നോക്കാം നമുക്ക്. അപ്പോൾ സ്പിയർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു മിഷൻ ഉണ്ട്, എന്തോ തൂണിൽ പോയിട്ട് ലൈറ്റ് എത്തിക്കുക. അപ്പോഴത് റെഡിയാവും. അപ്പം അപ്പോഴാണ് അത് തുറക്കുക, വാതിൽ തുറക്കാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലൂട്ട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ആ പെട്ടി. അപ്പോൾ ഇതിൽ ഗില്ലി സൂട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ എപ്പോഴൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഡ്രോപ്പ് എടുക്കേണ്ടി വരും. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇവിടെ അതേമാതിരി പോർട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ലൂട്ടി കഴിഞ്ഞാൽ നമുക്ക് പോർട്ടൽ വഴി പോവാം. വന്ന വഴി കൂടെ നീന്തി കഷ്ടപ്പെട്ട് പോകണമെന്നില്ല. കാരണം ഇനി നമ്മൾ ഇറങ്ങി പോകുമ്പോൾ അവിടെ എനിമി ഉണ്ടെങ്കിൽ അത് നമ്മൾ അടിച്ചിടാൻ ശ്രമിക്കും. അപ്പോൾ അത് ഒരു റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ നേരെ
നമ്മൾ പോർട്ടൽ കൂടെ കയറി പോവാണ്. അപ്പോൾ സോണ് ലാസ്റ്റിലേക്ക് വരുന്നത് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെയാണ്. ആ ഇവൻ്റ് നടക്കുന്ന അവിടെയാണ് ലാസ്റ്റ് സോൺ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് പോവാണ്. പക്ഷെ പോണ വഴിക്ക് വേറൊരു സാധനം ആകാശത്തുനിന്ന് ഇറങ്ങിയതാവുന്നു ഒരു സാധനം. അപ്പോൾ എന്താ മനസ്സിലായില്ല. നമ്മൾ മാപ്പിൽ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി എടുത്ത് വെച്ചിട്ട് അടുത്തുള്ള വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അവിടെ ഓപ്പൺ ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ അടി കിട്ടാൻ ചാൻസ് ഉള്ളതിനെ കൊണ്ട് അവിടെ അടുത്തുള്ള ആ പച്ച വീട്ടിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ മാപ്പിലുണ്ടാവും അതെന്താ സംഗതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ കയറി വാതിലൊക്കെ അടിച്ച് ആരും ഇല്ലാത്ത പോലെ മിണ്ടാതിരിക്കുക വിചാരിച്ച്. അപ്പോൾ മാപ്പിൽ അത് കാണിക്കുന്നത് അതിനൊരു പുതിയ ഷേപ്പ് ഉണ്ട്, ഒരു ചിപ്പി പോലെ മാപ്പിൽ. അതാ അപ്പോൾ അതിൽ പറയുന്നത് അത് തുറന്നാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലൂട്ട് കിട്ടുന്നതാണ്. പിന്നെ അത് പോയി നോക്കിയൊക്കെ വിചാരിക്കുമ്പോഴാണ് ഒരു എനിമീൻ്റെ ഒച്ചപ്പാട് കേൾക്കുന്നത്. അപ്പോൾ എനിമി അത് എടുക്കാൻ വന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിൽ കൂടെ പോയാൽ അടിച്ചിടുക. ഞാൻ മെല്ലെ മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ പോയി. ഇപ്പുറത്തെ സൈഡ് അപ്പുറത്ത് കൂടെ പോയാൽ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് കൂടെ പോയപ്പോൾ അവനെ നമ്മുടെ സൈഡിൽ നിന്ന് അവിടെ എത്തിക്കണം. അവന് നല്ല അടി കൊടുത്ത് അവനെ നമ്മൾ ഉറക്കാൻ നോക്കിയതാണ്, പക്ഷെ കിട്ടിയില്ല. അവനെ അങ്ങോട്ടേക്ക് ആ ചർച്ചിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഞാൻ ഗ്രോസോനെ കൊണ്ട് സ്കോപ്പ് ചെയ്ത് അടിച്ച്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഗ്രോസോ സ്കോപ്പ് ചെയ്ത് അടിച്ചാൽ ജെർക്കിങ് വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. സെറ്റിങ്സിൽ ഇനി പോകേണ്ടി വരും. അപ്പോൾ നമുക്കപ്പോൾ ഈ ഡ്രോപ്പ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഗില്ലി സൂട്ട് ഇതൊന്നും തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് അതിലിട്ടിട്ട് നമ്മൾ ഗില്ലി സൂട്ട് ഇട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലൂട്ടും ഗണ്ണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കയറാനാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ നമ്മളെ വണ്ടി മയിൽവാഹനം അങ്ങനെ നമ്മുടെ മറ്റേ മീനിനെ വാഹനമായിട്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് സർവൈവ് ചെയ്യാനാണ് വിചാരിക്കുന്നത് അടുത്ത സോണ് വരുന്നവരെ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അപ്പോൾ കയറി ഏകദേശം ഒരു ഇത്തിരി ഉയരത്തിലെത്തിക്കണം. ആരും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാത്ത കോലത്തിലുള്ള ഉയരത്തിലായിക്കണം. അപ്പോൾ അവിടെ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മതി, അവിടുന്ന് വീണ് കഴിഞ്ഞാൽ നല്ല ഡാമേജ് ഉണ്ടാവും. താഴെ വെള്ളം അതിനെക്കൊണ്ട് ചിലപ്പം കുഴപ്പമുണ്ടാവത്തില്ല. അപ്പോൾ ഞാനിവിടെ കിടന്നിട്ട് നോക്കായിരുന്നു അവിടെ ആരെങ്കിലും സോണിലേക്ക് ഓടി കയറുന്നുണ്ടോയെന്ന്. ഒരു ഡ്രോപ്പ് പോകുന്നുണ്ട് അവിടെ, അതെടുക്കാനൊന്നും ആരും വരുത്തുണ്ടാവില്ല. ലാസ്റ്റ് സോണല്ലേ. ഇനിയും 11 ആൾക്കാർ ബാക്കിയുണ്ട്. നമ്മളാണെങ്കിൽ 3 പേരെ കൊന്നിട്ടുള്ളൂ. അപ്പോൾ നോക്കിയപ്പോൾ ഒരുത്തന് ഓടി കയറുന്നുണ്ട്. ഞാൻ ഗ്രോബ് വെച്ച് ഒരു ഡാമേജ് കൊടുത്ത്, പക്ഷേ എനിക്ക് ജെർക്കിങ്ങളതിനോട് വൃത്തിക്ക് അവൻ്റെ മേത്ത് ലോക്കാവുന്നില്ല ഗണ്ണ്. കുറേ നേരം നോക്കി അവന് പുറത്തിറങ്ങുന്നുണ്ടോയെന്ന്, പക്ഷേ അവിടെ അവനിറങ്ങണ മട്ടില്ല. പിന്നെ കുറച്ച് നേരം ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന്. പിന്നീട് സോൺ വന്നപ്പോൾ അവൻ ഇറങ്ങി ഓടി. എത്ര അടിച്ചിട്ട് അവൻ്റെ മേത്ത് കൊള്ളുന്നില്ല. എനിക്ക് ജെർക്കിങ്ങുള്ളതിനോണ്ടാണ്. അത് ഇനി പോയി സെറ്റിങ്സിൽ റെഡി ആക്കണം, ഇങ്ങനെ ശരിയാകത്തില്ല. പക്ഷെ സ്നൈപ്പർ ആണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് ബുള്ളറ്റ് കയറും. സ്നൈപ്പർ എടുത്താൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ സോണാണ്, ഇവിടുന്ന് അവിടെ എത്തൽ റിസ്ക്കാണ്. ചാടിക്കഴിഞ്ഞാൽ ഡാമേജും വരും. നോക്കട്ടെ എത്തുമെന്ന് അറിയത്തില്ല. ഓ പാരച്യൂട്ട് ഉണ്ടല്ലേ, അപ്പോൾ കുഴപ്പമില്ല. ഇനി ഇവിടുന്ന് വല്ല ലൂട്ടും കിട്ടുമോ നോക്കട്ടെ. കിട്ടുന്ന അത്രയും ലാഭം ലൂട്ടിയിട്ട് തന്നെ പോവുക. ലാസ്റ്റ് സോണാണ്. മിക്കവാറും ഈ സോണിൽ കിടന്ന് ഞാൻ ചാവും. എൻ്റെ ബാഗിന് അങ്ങനെ പ്രശ്നം. ഞാൻ എപ്പം കളിക്കുമ്പോഴും എൻ്റെ ബാഗ് നിറഞ്ഞു പോകും. ഉള്ള എല്ലാ ബുള്ളറ്റും ഉണ്ടാവും എൻ്റെ ബാഗിൽ. ഇതാ സോണിൽ പെട്ട്, അതാ സോണ് വരുന്നത്. നല്ല ഡാമേജും കിട്ടിയിട്ടുണ്ട് അവിടുന്ന് ചാടിയിട്ട്.
നോക്കട്ടെ ഞാൻ കയറാൻ കഴിയോ നോക്കട്ടെ. സോണിൽ പെട്ട് ചത്ത കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം ഒരാളെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ചാവുന്നതിനെക്കാട്ടി മോശമാണ് സോണിൽ പെട്ട് ചത്തെന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ നമ്മുടെ വാഹനം ഇട്ടുകണ് ആ മീനിൻ്റെ അതുമ്മ കയറിയിട്ട് നല്ല ലൈഫ് കുറയുന്നുണ്ട്. നല്ല ഡാമേജാണ്. ലൈഫ് തുള്ളിയാണ്. മിക്കവാറും ഞാൻ നോക്കാം അവിടെ എത്തുന്നതിന് മുൻപ്. ചാവുമെന്ന് വിചാരിച്ചതാണ്. പിന്നാണ് എൻ്റെ കയ്യിൽ സിറഞ്ച് ഉണ്ടെന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഓട്ടോ റിവൈവ് ഉള്ള അതുണ്ടായിരുന്നു, സെൽഫ് റിവൈവ്. അപ്പോൾ അത് ലേശം ഒന്ന് കരയിൽ കയറിയിട്ട് ആരും കാണാത്ത കൊടുത്തിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്നിട്ട് തന്നെ റിവൈവ് കൊടുത്തു. അല്ല നമ്മളോടെ കളി, നമ്മളങ്ങനെ ഒന്നും ചാവത്തില്ലല്ലോ. വാഹനം പോയാലെന്താ, വണ്ടി പോയാലെന്താ, നമ്മൾ മെഡിക്കറ്റ് ഫുൾ തന്നെ അടിച്ചിരിക്കണം. ഫുൾ കിറ്റ് തന്നെ അടിച്ചിരിക്കണം ഒറ്റയടിക്ക്. ഇനി എവിടുന്നെങ്കിലും അടി കിട്ടിക്കഴിഞ്ഞാൽ താങ്ങത്തില്ല. അപ്പോൾ റിസ്ക് എടുക്കണ്ട വിചാരിച്ചു. നേരത്തെ നമ്മൾ ഗ്രോസോനൊക്കെ ഉണ്ട് ഒരാളെ അടിച്ചില്ലേനു, ഒരു വെള്ള ഡ്രസ്സ് ഇട്ട. അവൻ ഈ വഴിക്കാണ് വന്നത്. അപ്പോൾ അവനെ നോക്കി നടക്കാണ്. അവനെന്തായാലും നമ്മൾ മുന്നേ വെച്ചതാണ്, അവനെ തട്ടിക്കാളെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ എടുക്കും. അതാ അവനെ പോലെ ഒളിച്ച് നിൽക്കുകയാണ് കരയിൽ. എന്നെ കണ്ടപ്പോൾ അടിച്ചിരുന്നു. അപ്പോൾ ഞാൻ P90 വെച്ച് അങ്ങോട്ട് തീർത്ത്. അവന് തലക്കന്നെ കയറിയത് ബുള്ളറ്റ്. P90 വെച്ച് അടിച്ചു. പക്ഷെ P90ക്ക് ബുള്ളറ്റ് കുറവാണ്, അതാണ് ഉപയോഗിക്കാൻ മടി. ഇനിയപ്പോൾ 3 ആൾ, നമ്മളൊഴികെ 2 ആൾക്കാരും കൂടി ഉള്ളൂ. നമുക്കാണെങ്കിൽ 4 കില്ലുണ്ട്. അപ്പോൾ ഒരുത്തനെങ്കിലും അടിച്ചുറക്കണം എന്നുണ്ട്. മിക്കവാറും ആ ചർച്ചിലുണ്ടാവും. കാരണം സോണി ചർച്ചും കൂട്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരുത്തനെ കണ്ട പോലെ തോന്നി. കുഴപ്പമില്ല, ഈ സൈഡിൽ കൂടെ കയറി നോക്കാം. അപ്പോൾ കയറി നോക്കിയപ്പോൾ ഉണ്ട് ചർച്ചിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാട്, നടക്കണ കാൽപ്പാട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടെന്ന് മനസ്സിലായി. അവിടെ നിന്ന് അവന് വെടിവെക്കാം, പക്ഷെ മേത്ത് കൊള്ളുന്നില്ല. ബോട്ടാണോ എന്നൊരു സംശയം. നല്ല അടി അടിക്കുന്നുണ്ട്. അവനതവിടെ എത്തി. അതിനടിച്ചേക്കാം. P90 കൊള്ളാം, പക്ഷെ ബുള്ളറ്റ് കുറവാണ് P90ക്ക്. അതാണ് ഞാൻ അവന് റിസ്ക് എടുക്കാത്തത്. ഒരുത്തനും കൂടി ഉണ്ട്. അപ്പോൾ മെഡിക്കറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ ലൈഫ് അടിക്കുകയാണ്. കാരണം ലാസ്റ്റ് ഫൈറ്റാണ്. അപ്പോൾ ഇതിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി. അവനെന്നെ കണ്ടിട്ടില്ല. അവനവിടെ ഇരുന്നിട്ട് ചർച്ച് നോക്കിയിരിക്കുക. ഞാനൊരു ഗ്രനേഡ് എറിഞ്ഞു, എന്നിട്ട് അവനെന്നെ കണ്ടിട്ടില്ല എറിഞ്ഞത്. അവിടുന്ന് മാറിക്കളഞ്ഞ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അവനെന്നെ കാണാത്ത സ്ഥിതിക്ക് സ്കോപ്പ് ചെയ്ത് അടിച്ചേക്കാം. P90 ലാസ്റ്റ് ആളല്ലേ, അപ്പോൾ P90 എടുത്തേക്കാം. ബുള്ളറ്റ് തീരാണ് തീരട്ടെ. അവൻ നോക്കായി. 3 ബുള്ളറ്റ് കയറിയിട്ടുള്ളൂ, അവൻ നോക്കായി. ഇത്രയേ ഉള്ളൂ, നിസ്സാരം. ഇത്രയേ ഉള്ളൂ. എല്ലാത്തിനും വിചാരിച്ച് കുറേ കാലത്തിന് ശേഷം കളിക്കുന്നതിനെ കൊണ്ട് അടി കിട്ടി ചാവയിക്കുന്നു. കാരണം കുറച്ച് ദിവസമായി കളിച്ചിട്ട് കളിയൊക്കെ വിട്ടുപോയിരുന്നു. അപ്പോൾ ആ സെറ്റിങ്സ് റെഡിയാക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഗൈസ്, പിന്നെ ഒരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മളെല്ലാ ഗെയിമിൻ്റെ വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് ഗെയിമാണ് താല്പര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്നാൽ ശരി, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.